പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പുന്നക്കാട് PMSA മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണുള്ളത്. നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ട് നല്ല കരുവാരകുണ്ട്, തുവ്വൂര്, കാളികാവ്, എടപ്പറ്റ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഏറ്റവും പ്രയാസപ്പെട്ടിരുന്ന ഒരു സംഭവമാണ്. നമുക്ക് അത്യാവശ്യമായി എമർജൻസി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഹോസ്പിറ്റൽ കേസുകൾക്ക് വളരെ പ്രയാസപ്പെട്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാടിന്റെ സെൻട്രലായിട്ട് ഹോസ്പിറ്റലിലെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ 2-3 വട്ടം നമ്മുടെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലും യൂട്യൂബിലും പറഞ്ഞു. പക്ഷെ ഇന്ന് വന്ന എന്താ കാരണം അറിയങ്ങള്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മൊത്തത്തിൽ ഇട്ടിരുന്നു. നമ്മൾ ഇതിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അത് ഈ വരുന്ന 12-ാം തീയതി അതിന്റെ ലിങ്ക് വിട്ടിരുന്നു. അപ്പൊ അതിന്റെ 12-ാം തീയതിന്റെ ക്യാമ്പ് നടക്കുന്നതോടുകൂടി ഒരുപാട് വിദഗ്ധ ഡോക്ടർമാരെ കൊന്നുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പത്രസമ്മേളനം ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് അതിന്റെ മാനേജറും സെക്രട്ടറിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്, ഇവിടെ മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിവരങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ ഒരു ഇതിന്റെ താഴെ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഇനി ഈ ക്യാമ്പിന് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കയറി നിങ്ങൾക്ക് പൂരിപ്പിച്ചാൽ അതിന്റെ വിവരങ്ങൾക്ക് അറിയാം. എന്തായാലും നമുക്ക് ആ പത്രസമ്മേളനത്തിലേക്ക്. PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ 150 കിടത്തി ചികിത്സാ സൗകര്യത്തോടു കൂടിയുള്ള 150 പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യത്തോടുള്ള ഒരു ആശുപത്രി, സഹകരണ മേഖലയുള്ള ഒരു ആശുപത്രിയാണ് കരുവാരക്കുണ്ട് പുന്നക്കാട് തുടങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് കരുവാരക്കുണ്ട്, തൂര്, എടപ്പറ്റ, ചോക്കാട്, മേലാറ്റൂര്, കാളികാവ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശത്തെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മിതമായ നിരക്കില് ഏറ്റവും ഗുണമേന്മയുള്ള ചികിത്സ എത്തിക്കുക എന്നതാണ് 2025 ഫെബ്രുവരി അവസാനത്തോടു കൂടി ആശുപത്രി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ഞങ്ങൾ പദ്ധതി വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുടെയും MP-യുടെയൊക്കെ ഡേറ്റുകൾ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഡേറ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ട് കത്തുകൾ നൽകിയിട്ടുണ്ട്. അവരുടെ തീയതിയും മറ്റു കാര്യങ്ങളും ലഭിക്കുന്ന മുറക്ക് തന്നെ നമ്മൾ ഇതിന്റെ ഉദ്ഘാടനത്തിന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതാണ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് ഈ വരുന്ന ജനുവരി 12-ാം തീയതി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ ആശുപത്രി സൈറ്റിൽ വെച്ച് നടത്തുകയാണ്. ഏകദേശം 12ഓളം ഡോക്ടേഴ്സ്, സീനിയർ കാർഡിയോളജിസ്റ്റ്, ഓർത്തോ, ആയുർവേദം, ജനറൽ മെഡിസിന്, ENT ഉൾപ്പെടെ 12ഓളം ഡോക്ടർമാർ, ദന്തൽ ഒക്കെ ഉൾപ്പെടെ 12ഓളം ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 100-നടുത്ത് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ അന്ന് പൂർണ്ണമായും സൗജന്യമായിരിക്കും. ECG സൗജന്യമായി ചെയ്തു നൽകുന്നതാണ്. ലഭ്യമായ മരുന്നുകളും ആയുർവേദം ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് ലഭ്യമായ മരുന്നുകളെല്ലാം ഞങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളിലേക്ക് ഏറ്റവും നല്ല ചികിത്സകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 4K ക്യാമറയോടുകൂടിയുള്ള ലാപ്രോസ്കോപ്പിക് സർജറി ഈ കരുവാരക്കുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ CT സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, ഡിജിറ്റൽ എക്സ്റേ, സ്പെഷ്യാലിറ്റി ലാബ്, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ദന്തൽ ക്ലിനിക്ക്, 25ഓളം ഡോക്ടർമാരുടെ സേവനമാണ് ആദ്യഘട്ടത്തിൽ വിവിധ സമയങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ആധുനിക സംവിധാനവും ഒരുക്കിക്കൊണ്ട് 2 ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, സൂട്ട് ഡെലിവറിക്കുള്ള സംവിധാനങ്ങള്, അതുപോലെ ഡീലക്സ് റൂമുകളും സാധാ റൂമുകളും വാർഡുകൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന വാർഡുകൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ മലയോര മേഖലയിലെ ഈ ജനങ്ങളും എന്നും ഈ പ്രദേശത്തുകാർ ഏകദേശം 2 വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായി ഇവിടെ എത്തിയിട്ട് 16 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ഏക്കർ 104 സെന്റ് ഭൂമിയിലാണ്, അതായത് 104 സെന്റ് ഭൂമിയിലാണ് ഈ ആശുപത്രി. 55,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ ഞങ്ങൾ ഇനി അടുത്ത ഒരു പിന്നോക്ക പ്രദേശം ആശുപത്രികളില്ലാത്ത കാർഡിയോളജി ആശുപത്രിയുടെ അഭാവം ഉൾപ്പെടെയുള്ള നിലമ്പൂരാണ് അടുത്ത ആശുപത്രി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത മലയോര മേഖലയും ഒരു പിന്നോക്ക മേഖല കൂടിയായ നിലമ്പൂര് ഞങ്ങൾ ആശുപത്രി തുടങ്ങിയാണ്. ഇതുപോലെ 16 കോടി രൂപ സഹകരണ വകുപ്പിലേക്ക് അതിന് അനുമതിക്കും മറ്റ് ഘടകങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും സഹായങ്ങളും ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാം.
അപ്പോൾ എന്തായാലും നമ്മുടെ പുന്നക്കാട് ഈ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 12-ാം തീയതി ജനുവരി 12-ാം തീയതിയാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. വിവിധ ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരിയോടുകൂടി ഇതിൻ്റെ OP ഉദ്ഘാടനം കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റു വിവരങ്ങൾ പിന്നീട്.